പ്രിയമുള്ള കുഞ്ഞുമക്കളെ, ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട്. സിനിമ ഇഷ്ടമില്ലാത്തവർ ആരുമില്ലല്ലോ. നമുക്കൊരു കാട്ടിലെ സിനിമാ കഥ കേൾക്കാം. കാട്ടിലെ സിനിമ. ഒരു ദിവസം കാട്ടിൽ വലിയൊരു വാർത്ത പരന്നു. കാട്ടുമൃഗങ്ങൾ ചേർന്ന് സിനിമ നിർമ്മിക്കുന്നു. സിംഹരാജാവാണ് സംവിധായകൻ. സിംഹം വലിയ ശബ്ദത്തിൽ പറഞ്ഞു, എല്ലാവരും സമയത്ത് ഷൂട്ടിങ്ങിനെത്തണം. കാടിൻ്റെ പേര് ലോകം മുഴുവൻ അറിയണം. ആനച്ചേട്ടനായിരുന്നു ക്യാമറമാൻ. ക്യാമറ തുമ്പിക്കൈയിൽ ചുറ്റിപ്പിടിച്ച് അവൻ തയ്യാറായി. ഡുണ്ടു മാനായിരുന്നു നായകൻ, പിങ്കി മാൻപേട നായികയും. അവർ ഒരുമിച്ച് നൃത്തം ചെയ്തു. ഷൂട്ടിംഗ് ആരംഭിച്ചു. മാനുകളുടെ നൃത്തമായിരുന്നു ആദ്യം ഷൂട്ട് ചെയ്തത്. ഡിങ്കിരി ഡിങ്കാലേ ലല മിങ്കിരി മിങ്കാലേ. ആടിക്കളിക്കേണം, രസമോടെ പാടിക്കളിക്കേണം. ഒന്നിച്ചു ചുവടുവയ്ക്കാൻ വരൂ വേഗം മാനുകൾ നിങ്ങളെല്ലാം. പാട്ടിനൊപ്പം മാനുകൾ ചുറ്റും നിന്ന് ചാടിച്ചാടി നൃത്തം വെച്ചപ്പോൾ ഡിങ്കുമാന് ആവേശം കയറി. അവൻ സംവിധായകന്റെ വാലിൽ കയറി ചവിട്ടി. കട്ട് കട്ട് കട്ട്. സിംഹം അലറി. മാൻ പറഞ്ഞു, സോറി, ഇത് ആക്ഷനല്ല, ആക്സിഡൻ്റാണ്. തമാശക്കാരുടെ സംഘത്തെ നയിച്ചുകൊണ്ട് കുട്ടൻ കുരങ്ങ് വന്നെത്തി. ഷൂട്ടിംഗ് നടക്കുമ്പോൾ അവൻ ക്യാമറയ്ക്ക് മുന്നിൽ മുഖം വെട്ടിച്ചിരിക്കുകയും ക്യാമറാമാൻ്റെ തലയിൽ കയറി ചിത്രീകരണം കാണുകയും ചെയ്തു. ആന തലകുലുക്കി അവരെ നിലത്തിട്ടു. കുരുവികളാണ് പശ്ചാത്തല സംഗീതം നൽകാനേറ്റത്. അവരുടെ സംഗീതത്തിനിടയിൽ കാക്കകൾ അപസ്വരമുണ്ടാക്കി. അതിനിടെ പെട്ടെന്ന് കാട്ടുപന്നി വന്നു പറഞ്ഞു, എനിക്ക് വില്ലൻ റോളാണ് വേണ്ടത്. സിംഹം പറഞ്ഞു, വില്ലനാവാൻ ഭീകരമായ ഭാവത്തിൽ നോക്കാൻ കഴിയണം. കാട്ടുപന്നി കണ്ണു തുറിച്ചു നോക്കി. എല്ലാവരും ചിരിച്ചു. ഇത് വില്ലനല്ല, വളിപ്പൻ. ഇതുവരെ ഷൂട്ട് ചെയ്ത ഭാഗം കണ്ടു നോക്കാൻ സംവിധായകൻ തീരുമാനിച്ചു. നോക്കുമ്പോൾ ക്യാമറയിൽ ഒന്നും പതിഞ്ഞിട്ടില്ല. ആനച്ചേട്ടന് ക്യാമറയുടെ ഒരു കുന്തവും അറിയില്ല. സിംഹരാജൻ കോപവും നിരാശയും കൊണ്ട് അലറി. അത് കേട്ട് തമാശക്കാർ ഉൾപ്പെടെയുള്ളവർ പേടിച്ചു കരഞ്ഞു. ഇനി എന്തു ചെയ്യും? അവർ തലപുകച്ചു. ഒടുവിൽ നാട്ടിലെ സിനിമയിൽ പ്രവർത്തിച്ച് പരിചയമുള്ള ക്ലിക്കൻ കരടിയെ അവർ കണ്ടെത്തി. ക്ലിക്കൻ കൃത്യമായി ക്യാമറ പ്രവർത്തിപ്പിച്ചു. അതിനിടെ ശക്തമായ കാറ്റും മഴയും വന്നു. ഇടിമിന്നൽ ശബ്ദം കേട്ട് സാധുമൃഗങ്ങൾ ഭയന്നു. ക്ലിക്കൻ അതെല്ലാം ക്യാമറയിൽ പകർത്തി. മഴ, ഇടി, മൃഗങ്ങളുടെ ഭാവം എല്ലാം ഭംഗിയായി എടുക്കാൻ സാധിച്ചു. ഒഴിവു സമയങ്ങളിൽ നിഴലും നിലാവും വെള്ളച്ചാട്ടവും അരുവിയും ക്യാമറയിൽ പകർത്തി. മൃഗങ്ങൾ അറിയാതെ അവരുടെ ചിരിയും കരച്ചിലും ഒപ്പിയെടുത്തു. സംവിധായകന് വളരെയധികം സന്തോഷമായി. അദ്ദേഹം ഉദ്ദേശിച്ചതിലും മനോഹരമായ രംഗങ്ങൾ ലഭിച്ചു. അങ്ങനെ സിനിമ പൂർത്തിയായി. കാട്ടിലെ കൂട്ടുകാർ എന്ന് പേരിട്ട് സിനിമയുടെ പരസ്യം എല്ലായിടത്തും പതിച്ചു. വലിയ ആഘോഷത്തോടെ സിനിമ റിലീസ് ചെയ്തു. സിനിമ കണ്ട എല്ലാവരും പറഞ്ഞു, ഇതാണ് കാടിൻ്റെ സിനിമ. ചെറിയ പോരായ്മകളുണ്ട്, പക്ഷേ ഇതിനുള്ളിൽ കാടിൻ്റെ ഹൃദയത്തുടിപ്പുകളുണ്ട്. നമ്മുടെ കൂട്ടത്തിൽ നിന്ന് ചെറുപ്പക്കാരായ മൃഗങ്ങളെ സിനിമയിലെ സാങ്കേതിക വിദ്യകൾ പഠിപ്പിക്കാൻ വിടണം. നമുക്കും മഹത്തായ സിനിമകൾ സൃഷ്ടിക്കണം. സിനിമ കണ്ട ആവേശത്തിൽ റോബൻ മൂങ്ങ പറഞ്ഞു. ആ വാക്കുകൾ കാടിന് പുതിയ പ്രതീക്ഷ നൽകി.